അതെ, അണ്ണന് നാട്ടുകാർക്കിടയിലുള്ള വിലയും നിലയും കംപ്ലീറ്റ് പോവും. ഇവനെ ഒതുക്കില്ലെങ്കിലേ നമ്മുടെ ഉത്സവം കുളവാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത് മുതലാളി. ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. നിന്റെ തലെടുക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടടാ തോരപ്പൻ ബാസ്റ്റിൻ. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. പിന്നെ മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ചോക്ലേറ്റ്. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത്? കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. അല്ലേലും ജാത്തിയാലുള്ളത് തൂത്താ പോകൂലടാ. ഈ തടി ഇവിടത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരും നാച്ചിക്കണ്ടാ, എനിക്ക് സഹിക്കില്ലടാ. അനിയാ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് എഴുതി സമാധാനിക്കാൻ. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. സോറി പ്രഭ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ? ബായ്. കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? ഞങ്ങളുണ്ടടാ നിന്റെ കൂടെ. വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം, അനുസരിക്കണം. ഞങ്ങളുണ്ട് കൂടെ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് വിളിയവനെ. ബോസ്, അവന് ഭ്രാന്ത്. നോ, അവൻ വരണം, എന്നാലേ നടക്കൂ. വിളിക്കാൻ. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വിട്ടു. പണി വരുന്നുണ്ടവറാച്ചാ. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ.